കൊണ്ടിരിക്കും. ഏറ്റവും നിസ്സാരമായ ശിക്ഷ നരകത്തിൽ കിട്ടുന്ന ആളാരാന്നറിയോ? ഏറ്റവും ചെറിയ ശിക്ഷ നരകത്തിൽ കിട്ടുന്ന ആള് അബൂ താലിബാണ്, റസൂലുള്ളാന്റെ വാപ്പാന്റെ സഹോദരൻ. മരിക്കുന്നവരെ റസൂലിന് അഭയം കൊടുത്ത് ഖുറൈശികളെ മുഴുവൻ പോയിട്ട് അബൂ താലിബിനോട് പറഞ്ഞു, മുഹമ്മദിനെ വിട്ടുതാ. പിതാമഹൻ മരിച്ച അബ്ദുൽ മുത്തലിബ് നോക്കിയിട്ട് അബ്ദുൽ മുത്തലിബ് വിട പറഞ്ഞു പോയ ശേഷം അള്ളാഹുവിന്റെ റസൂലിനെ നോക്കി വളർത്തിയത്, സംരക്ഷിച്ചത് അബൂ താലിബാണ്. ആ അബൂ താലിബിന്റെ അടുക്കൽ പോയിട്ട് അബൂജഹലും ഉത്ബത്തും ഷൈബത്തും സകല അറബ് തറവാട്ടുകാരും പ്രമാണിമാരും പറഞ്ഞു, മുഹമ്മദിനെ വിട്ടുതാ, മുഹമ്മദിനെ വിട്ടുതാ, മുഹമ്മദിനെ വിട്ടുതാ. അബൂ താലിബ് പറഞ്ഞു, നബിയെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, മോനെ മുഹമ്മദേ, നിന്നെ അവർ ചോദിക്കുന്നു, നീ നിന്റെ പ്രബോധനത്തിന് തിരിഞ്ഞേക്ക്, അവർ നിന്നെ നശിപ്പിക്കും. അള്ളാഹുവിന്റെ റസൂൽ തന്റെ ബാപ്പാന്റെ സഹോദരനോട് പറഞ്ഞു, എന്റെ പ്രിയപ്പെട്ട പിതൃ സഹോദര, എന്റെ വലത്തേ കയ്യിൽ സൂര്യനും എന്റെ ഇടത്തേ കയ്യിൽ ചന്ദ്രനും വെച്ച് തന്നാൽ പോലും ഈ സത്യമാർഗത്തിൽ നിന്ന് ഞാൻ പിന്തിരിയൂല എന്ന് അബൂ താലിബിനോട് അള്ളാഹുവിന്റെ റസൂൽ മുഖത്ത് നോക്കി പറഞ്ഞു. അബൂ താലിബ് എന്നിട്ടും വിശ്വസിച്ചില്ല. പക്ഷെ റസൂലിനെ സ്നേഹിച്ചു, അങ്ങേയറ്റം സ്നേഹിച്ചു. അറബികൾ ഖുറൈശികൾ മുഴുവൻ പുറത്താക്കിയപ്പോ അഭയം കൊടുത്തു. അവസാനം അബൂ താലിബിന്റെ മരണത്തിന്റെ സമയമായി. ഒടുക്കത്തെ സമയത്ത് തനിക്ക് ഇത്ര വലിയ സഹായം ചെയ്ത ആളെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്താനുള്ള ഒരു ചാൻസ് ഉപയോഗിക്കാൻ അള്ളാഹുവിന്റെ അനുഗ്രഹത്തിന്റെ കേദാരമായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ പ്രിയപ്പെട്ട ബാപ്പാന്റെ സഹോദരന്റെ വീട്ടിലേക്ക് നടന്നു ചെല്ലുന്നു. അതാ അബൂ താലിബ് മരിക്കാൻ പോണ ഒടുക്കത്തെ രംഗമാണ്. അടുത്ത് അബൂജഹൽ നിൽക്കുന്നു, ഉത്ബത്ത് നിൽക്കുന്നു, മറ്റു പ്രമുഖന്മാർ നിൽക്കുന്നു, ഒരു അബൂ സുഫിയാൻ അടക്കമുള്ളവർ നിൽക്കുന്നു. റസൂൽ ചെന്നുകൊണ്ട് വിളിച്ചു, എൻ്റെ പ്രിയപ്പെട്ട ബാപ്പാന്റെ സഹോദര അബൂ താലിബേ, ചൊല്ലു അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. തനിക്ക് ഏറ്റവും വലിയ ഉപകാരം ചെയ്തു തന്ന ഒരാൾ നരകത്തിൽ പോയി കിടക്കുന്ന അവസ്ഥയിൽ നിന്ന് ആ ആളെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഹൃദയം കനം തൂങ്ങിക്കൊണ്ട് അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞു, എളാപ്പ ഒന്ന് ചൊല്ലി അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. അള്ളാഹുവിനെ ഒന്ന് അംഗീകരിക്ക്, അള്ളാഹുവിനെ ഒന്ന് അംഗീകരിക്ക്. അബൂ താലിബ് ഇങ്ങനെ മരണത്തിൻ്റെ നോട്ടം നോക്കുകയാണ്. എന്ത് ചെയ്യണമെന്നറിയില്ല. അസ്രായിൽ റൂഹ് പിടിക്കാൻ വരികയാണ്. അബൂ താലിബ് ചൊല്ലുമോ എന്ന സംശയം തോന്നിയ നേരത്ത് അബൂജാഹിൽ മുന്നോട്ട് വന്നുകൊണ്ട് പറഞ്ഞു, അബൂ താലിബ്, നമ്മുടെ വാപ്പപ്പാപ്പന്മാരുടെ മതം വിട്ടൊഴിയാണോ നിങ്ങൾ? മരണത്തിൻ്റെ സമയത്ത് മുഹമ്മദ് വന്ന് ക്ഷണിച്ചപ്പോൾ നമ്മുടെ പൂർവ്വപിതാക്കന്മാരുടെ മതം ഉപേക്ഷിക്കുകയാണോ? ഞങ്ങളെ മാനം കെടുത്തരുത്, നമ്മുടെ ദീനാണത്, നമ്മുടെ മതമാണത്. നമ്മുടെ പൂർവീകന്മാർ ലാത്ത ഉസ്സയെ ആരാധിച്ചു പോകുന്ന പൂർവീകന്മാർ, അവർക്ക് ക്ഷീണമുണ്ടാക്കരുത്, അപമാനമുണ്ടാക്കരുത് എന്ന് പറഞ്ഞപ്പോൾ ഖുറൈശി തറവാട്ട് പ്രമുഖനായിരുന്ന അബൂ താലിബ് തൻ്റെ കുടുംബത്തിൽ പിറന്ന വിളക്കായ, ലോകത്തിന് മുഴുവൻ വെളിച്ചം കാട്ടാൻ വന്ന വിളക്കായ തൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ്റെ രക്തത്തിൽ പിറന്ന മുഹമ്മദ് മുസ്തഫാൻ്റെ ഉപദേശം തള്ളിക്കളഞ്ഞു. അബൂജഹലിൻ്റെ ഉപദേശം സ്വീകരിച്ചു. ആ അബൂ താലിബിനെ കുറിച്ചാണ് ഒരു കവി പറഞ്ഞത്, ലഖദ് അലിംതു ബി അന്ന ദീന മുഹമ്മദി മിൻ ഖൈരി അദ്യാനിൽ ബരിയതി ദീനാ. മതങ്ങളിൽ വെച്ച് ഏറ്റവും നല്ല ദീന് മുഹമ്മദിൻ്റെ ദീനാണെന്ന് എനിക്ക് നല്ല പോലെ ബോധ്യമാണ്. പക്ഷെ എനിക്ക് സ്വീകരിക്കാൻ പറ്റൂല. അത്രയൊക്കെ അള്ളാഹുവിൻ അബൂ താലിബിൻ്റെ കാല് റസൂല് ചെന്നിട്ട് തടഞ്ഞു കൊടുക്കാൻ ശ്രമിച്ചു അത്രേ. ജിബ്രീൽ വന്നിട്ട് പുണ്യമാക്കപ്പെട്ട റസൂലിൻ്റെ കൈ തള്ളിക്കളയാൻ ശ്രമിക്കുകയാണ്. റസൂലേ, നിങ്ങളുടെ പുണ്യമാക്കപ്പെട്ട ഈ കയ്യും ഈ വിരലും അബൂ താലിബിൻ്റെ കാലുമ്മൽ തട്ടിയാൽ നിങ്ങളുടെ കൈ തട്ടിയ സ്ഥലം നരകത്തിലിടാൻ അള്ളാഹ്ക്ക് കഴിയൂല. ഇത് നരകത്ത് പോകേണ്ട കാലാണ്, അതുകൊണ്ട് കൈ തുടരുതേ റസൂലേ എന്ന് പറഞ്ഞുകൊണ്ട് എളാപ്പാൻ്റെ കാലിൽ നിന്ന് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കൈ റൂഹുൽ അമീൻ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം തട്ടിക്കളയുകയാണ്. അവസാനം അബൂ താലിബ് മരണമടഞ്ഞുപോയി. ഏറ്റവും ലഘുവായ ശിക്ഷ നരകത്തിൽ അബൂ താലിബിനാണ്. അതിനേക്കാളും ലഘു വേറെ ആർക്കും ഉണ്ടാവില്ല. ശിക്ഷിക്കണം, പക്ഷെ ഏറ്റവും ലഘുവായിരിക്കും. ആ ലഘു എന്താണ്? റസൂല് പറഞ്ഞു, വേറൊന്നുമില്ല, തീയോണ്ട് ഉണ്ടാക്കിയൊരു ചെരുപ്പ്, അത്രേ ഉള്ളൂ. തീയോണ്ട് ഉണ്ടാക്കിയൊരു പാദരക്ഷ, നല്ല 2 ഷൂസ്, ബാറ്റ മോഡൽ, ഉണ്ടാക്കിയ സാധനം മെയ്ഡ് ഇൻ ഫയർ, തീയിലുണ്ടാക്കിയതാണ്. മെയ്ഡ് ഇൻ ഇംഗ്ലണ്ടും ജർമ്മനിയും ഒന്നുമല്ല, തീയിലുണ്ടാക്കിയ സാധനം. ഈ 2 ചെരുപ്പാണ് അബൂ താലിബിന് കൊടുക്കുക. ഏറ്റവും നിസ്സാരമായത് തന്നെ എത്ര വലിയ ഗൗരവമാണെങ്കിൽ ബാക്കി ഊഹിച്ചാൽ മതി. പ്രിയപ്പെട്ടവരെ, സ്വർഗം, ആകാശഭൂമികളുടെ വലിപ്പമുണ്ട് സ്വർഗത്തിന്. 100 ബില്യൺ നക്ഷത്രങ്ങളാണ് ഒരു ഗാലക്സിയിലുള്ളത്. ഒരുപാട് ഗാലക്സികൾ അടങ്ങിയതാണ് ഈ പ്രപഞ്ചം. ഒരു ഗാലക്സിയിൽ തന്നെ 100 ബില്യൺ നക്ഷത്രങ്ങൾ. അപ്പോൾ സ്വർഗത്തിൻ്റെ വലിപ്പം എത്രയാണെന്നുള്ളത് ഊഹിക്കണ്ട, ഊഹിച്ചാൽ തല പൊട്ടിപ്പോവും. അത്ര വലിയ വലിപ്പമുള്ള ലോകമാണ് സ്വർഗം. അവിടെ തോട്ടങ്ങളുണ്ട്, ഓരോരുത്തർക്കും ഓരോ തോട്ടാണ് കൊടുക്കുക.
പക്ഷേ ഒരു തോട്ടം കിട്ടിയാൽ അവിടെ തന്നെ കഴിഞ്ഞോളുന്നില്ല, സ്വർഗം മുഴുവൻ സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യം കൊടുക്കും. ആ സ്വർഗത്തിലെ ഏറ്റവും ഉത്തമമായ കേന്ദ്രമാണ് ഫിർദൗസ്. അതാണ് ജന്നാത്തുൽ ഫിർദൗസ് എന്ന് പറയുന്നത്. ആ ജന്നാത്തുൽ ഫിർദൗസ് സ്വർഗത്തിൻ്റെ മധ്യത്തിലാണ്. അതിൻ്റെ നേരെ മീതയാണ് അള്ളാഹുവിൻ്റെ അർശ് എന്ന സിംഹാസനം. അതുകൊണ്ട് റസൂൽ പറഞ്ഞു, നിങ്ങൾ അള്ളാഹിനോട് തേടുകയാണെങ്കിൽ ഫിർദൗസ് തേടണേ, ഫിർദൗസ് തേടണേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. സ്വർഗത്തിലെ ഏറ്റവും ഉത്തമമായ സ്ഥാനം വസീല എന്ന സ്ഥാനമാണ്. ഏറ്റവും വലിയൊരു മണിമാളിക അത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമക്കുള്ള സ്ഥാനമാണ്. 100 വർഷം കൊണ്ട് സഞ്ചരിച്ച് തീരാത്ത വൃക്ഷങ്ങൾ, ഒരു വൃക്ഷത്തിൻ്റെ ഒരു തലക്കുന്ന് മറ്റേ തല വരെ സഞ്ചരിച്ചാൽ 100 കൊല്ലം ഒരു കുതിരപ്പുറത്തിരുന്ന് യാത്ര ചെയ്താലും തീരാത്തത്ര വലിയ വൃക്ഷങ്ങൾ സ്വർഗത്തിലുണ്ട്, പക്ഷികളുണ്ട്. ഞാൻ ചുരുക്കി പറഞ്ഞു പോവാണ്. ആദ്യത്തെ ഭക്ഷണം സ്വർഗത്തിൽ ചെല്ലുമ്പോൾ ആദ്യം കിട്ടുന്ന സാധനം, വിമാനത്തിൽ കയറിയാൽ ആദ്യം ഒരു സാധനം കൊണ്ടുവരുമല്ലോ എയർ ഹോസ്റ്റസ്മാർ. സ്വർഗത്തിൽ ഹൂറിലീങ്ങളാകുന്ന ഹോസ്റ്റസ്മാർ ആദ്യം കൊണ്ടുവരുന്ന സാധനം റസൂല് പറയുന്നത് മത്സ്യത്തിൻ്റെ കരളും നല്ല കാളയുടെ ഇറച്ചിയുമാണ്. എന്താണ് ഇതിൻ്റെ വിശേഷം? എന്തുകൊണ്ടാണ് അള്ളാഹു ഇത് തിരഞ്ഞെടുത്തത് എന്നുള്ള കാര്യം നമ്മൾ ചിന്തിക്കേണ്ടതാണ്. സ്വർഗത്തിൽ തന്നെ മേയുന്ന കാളയുടെ ഇറച്ചിയും മത്സ്യത്തിൻ്റെ ലിവറും, ഇതാണ് സ്വർഗത്തിൽ ചെന്നാൽ കിട്ടുന്ന ആദ്യത്തെ ഇനം. ഖുർആനിലും വന്നിട്ടുണ്ട്. അതേമാതിരി തന്നെ സ്വർഗത്തിൻ്റെ പിന്നെ ഏറ്റവും വലിയ പ്രത്യേകത ഹൂറുല്ലീങ്ങളാണ്. ഹൂറുല്ലീങ്ങളെക്കുറിച്ച് പറയുന്നത്, ഹൂറുല്ലീങ്ങളെ കാണുമ്പോൾ അവരുടെ ശരീരത്തിൻ്റെ അകത്തുള്ള എല്ലുകൾക്കകത്തുള്ള അസ്ഥിക്കകത്തുള്ള മജ്ജ പുറത്തുനിന്ന് ഇങ്ങനെ കാണുന്നതാണ്. അത്ര സ്ഫടിക സമാനമായ ശരീരം, ഗ്ലാസ് പോലെ മൃദുലമായ ശരീരം. റസൂൽ തന്നെ അത് പറയണത്. പുറത്തുനിന്ന് നോക്കുമ്പോൾ കണങ്കാലിൻ്റെ അസ്ഥിക്കകത്തുള്ള മജ്ജ പോലും പുറത്തേക്ക് കാണും. അവരുടെ ഒരു കണ്ണിൻ്റെ പുരികക്കൊടിയുടെ ചലനം പോലും അതീവ സുന്ദരമായിരിക്കും. അള്ളാഹു ഒരുക്കി വെച്ചിരിക്കുകയാണ് അവൻ്റെ അടിയാറുകൾക്ക് വേണ്ടി. ലം യത്മിസ്സുന്ന ഇൻസുൻ ഖബ്ലഹും വലാ ജാൻ ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ. ആ ഹൂറുല്ലീങ്ങളെ മുമ്പ് ഒരു ജിന്നും തൊട്ടിട്ടില്ല, ഒരു മനുഷ്യനും തൊട്ടിട്ടില്ല. ഒരു സ്വർഗത്ത് പാർക്കുന്ന ഒരാൾക്കൊരു കുറേ ഹൂറുല്ലീങ്ങളെ വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഹൂറുല്ലീങ്ങൾ അവന് വേണ്ടി മാത്രം സൃഷ്ടിക്കപ്പെട്ടതാണ്. അതിനു മുമ്പ് ഒരു മനുഷ്യനും ഉപയോഗിച്ചിട്ടില്ല. പിന്നെ ഭൂമിയിലെ ഭാര്യമാരും സാലിഹത്തുകളായ സ്ത്രീകളായി ജീവിച്ചവരാണെങ്കിൽ സ്വർഗത്തിലെ ഭർത്താക്കന്മാരോടൊപ്പം ചേരും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ അറിയിച്ചിട്ടുണ്ട്. ഭൂമിയിലെ സ്ത്രീകൾക്കാണോ മറ്റ് ഹൂറുല്ലീങ്ങൾക്കാണോ മഹത്വം എന്ന ഉമ്മു കുൽസൂം എന്ന പത്നിയുടെ ചോദ്യത്തിന് റസൂൽ നൽകിയ മറുപടി ഞാനിവിടെ കഴിഞ്ഞ പ്രസംഗത്തിൽ സൂചിപ്പിച്ചിരുന്നു. ഭൂമിയിലെ സ്ത്രീകൾക്കാണ് കൂടുതൽ മഹത്വം. കാരണം അവർ അള്ളാഹുവിനെ ആരാധിച്ചവരാണ്, റുക്കൂഉം സുജൂദും പ്രാർത്ഥനയും നിർവഹിച്ചവരാണ്. പിന്നെ സ്വർഗത്തിൽ ഇങ്ങനെ സുഖം കിട്ടുമ്പോഴുള്ളൊരു ആഗ്രഹം എന്താണ്? കുടുംബം ഒന്നാവണം. ഭൂമിയിൽ ജീവിച്ച വാപ്പയും മക്കളും കുടുംബവും ആങ്ങളയും പെങ്ങളവും ഭാര്യയും മക്കളും ഒന്നാവണം. അള്ളാഹു അങ്ങനെ കുടുംബത്തെ ഒന്നിപ്പിച്ചു കൊടുക്കും മുഅ്മിനീങ്ങൾക്ക്. ഭൂമിയിലെ വാപ്പയും ഭൂമിയിലെ മക്കളും ഭൂമിയിലെ ഭാര്യയും ഭൂമിയിലെ ഭർത്താക്കളും സ്വർഗത്തിലും അതേപോലെ ഒന്നിക്കുന്ന ഒരവസ്ഥ അതും അവിടെ ഉണ്ടാകും. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി, അള്ളാഹുവിനെ സംബന്ധിക്കുന്ന സംഗതി, ശുപാർശകൾ അള്ളാഹു സ്വീകരിക്കും നരകത്തിൽ നിന്ന് സ്വർഗത്തിലേക്ക് മോചിപ്പിക്കാൻ. അതിലും പ്രധാനപ്പെട്ട ഷഫാഅത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഷഫാഅത്താണ്. പിന്നെ മലക്കുകളുടെ ഷഫാഅത്തുണ്ട്, മറ്റ് അമ്പിയാക്കളുടെ ഷഫാഅത്തുണ്ട്, മുഅ്മിനീങ്ങൾക്ക് പോലും ഷഫാഅത്തുണ്ട് എന്നാണ് പറയുന്നത്. ഷഫായത്ത് റസൂലിന് മാത്രമല്ല, അതിൻ്റെ ഏറ്റവും ഉയർന്ന ഡിഗ്രിയാണ് റസൂലിൻ്റെ ഷഫായത്ത്, ശുപാർശ. ഒരു മോമിൻ അള്ളാഹിനോട് പറയാണ്, ആ നരകത്തിൽ എൻ്റെ ഒരു ഉറ്റവനായ മനുഷ്യൻ്റെ പഠിച്ചവനെ, സംഗതി നല്ലവനാണ്, പറ്റിപ്പോയതാണ് എന്നൊരു മോമിൻ പോലും ഷഫായത്ത് ചെയ്താൽ അള്ളാഹു സ്വീകരിച്ചേക്കും. നമ്മുടെ മുജദ്ദിദ് അൽഫദാനിയെ പറ്റി അള്ളാഹുവിൻ്റെ റസൂല് ഒരു ഹദീസിൽ അവരെ പറ്റി പ്രവചനം നടത്തിയല്ല അവർ ജനിക്കുന്നു. അതിൽ പറയണത് അവരെ ഷഫായത്ത് കൊണ്ട് ധാരാളം ആളുകൾ സ്വർഗത്തിൽ പ്രവേശിക്കുന്നതാണ്. എൻ്റെ സമുദായത്തിൽ ഇങ്ങനെ ഒരാൾ ജനിക്കും. നമ്മുടെ മസ്ജിദിന് നമ്മൾ പേര് വെച്ചിട്ടുള്ള മുജദ്ദിദ് അൽഫദാനി ഷെയ്ഖ് അഹമ്മദ് സർഹിന്ദി, യദ്ഖുലുൽ ജന്നത ബിശഫാഅതിഹി കദാ വകദാ, അവരുടെ ഷഫാഅത്ത് കൊണ്ട് ധാരാളം ആളുകൾ സ്വർഗത്തിൽ കടക്കും. അള്ളാഹു ആ മസ്ജിദിനെ സഹായിച്ചവരെയും നമ്മെ എല്ലാവരെയും ആ ഷഫാഅത്തിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ എന്ന് പ്രിയപ്പെട്ടവരെ നമുക്ക് ദുആ ചെയ്യാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഷഫാഅത്ത് ഏറ്റവും പ്രധാനമാണ്. പിന്നെ സ്വർഗത്തിൽ അള്ളാഹുവിനെ കാണുക, അള്ളാഹുവിൻ്റെ ലിഖാ, അള്ളാഹുവിനെ കണ്ടിട്ട് ആളുകൾ സുജൂദിൽ വീഴും. അള്ളാഹു പ്രത്യക്ഷപ്പെടുമ്പോൾ ആ സൗന്ദര്യത്തിൻ്റെ മുമ്പിൽ എല്ലാവരും സുജൂദിൽ വീഴും. ആ സമയത്ത് സുജൂദ് ചെയ്യാൻ വേണ്ടിയിട്ട്, അത് മഹ്ശറിൽ അള്ളാഹുവിനെ കാണുമ്പോൾ ഒരു സുജൂദുണ്ട്. എല്ലാവരും സുജൂദിൽ വീഴുമ്പോൾ കുറ്റവാളികളായ ആളുകളും അള്ളാഹിനെ കാണുമ്പോൾ ആ സൗന്ദര്യത്തിൻ്റെ മുമ്പിൽ സുജൂദ് ചെയ്യാൻ അങ്ങോട്ട് ഒരുങ്ങുമ്പോൾ പെരടി ഒരു മരക്കഷ്ണം പോലെ ആവുന്നതാണ്, കുനിയാൻ കഴിയില്ല.
ഭൂമിയിൽ സുജൂദ് ചെയ്തവന് മാത്രമേ അവിടെ സുജൂദ് ചെയ്യാൻ കഴിയുള്ളൂ. എല്ലാവരും സുജൂദ് കിടക്കുമ്പോൾ ഇവൻ പെരടി ഇങ്ങനെ പിടിച്ചിട്ട് ഒരു നിപ്പ് ഇങ്ങനെ നിൽക്കുന്നതാണ് ഹദീസിൽ കാണുന്നത്. അള്ളാഹു അങ്ങനെയുള്ള അവസ്ഥയിൽ നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അള്ളാഹു അവൻ്റെ റസൂലിൻ്റെ ഷഫാഅത്ത് കൊണ്ട് നമ്മളെ അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, അസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്, അസ്സലാമു അലൈക യാ ഷഫീഅൽ മുദ്നിബീൻ, അസ്സലാമു അലൈക യാ സിറാജൽ ആശിഖീൻ, السلام عليك يا مراد المشتاقين، السلام عليك يا رحمة للعالمين، السلام عليك يا خاتم الأنبياء، السلام عليك يا محمد مصطفى، السلام عليك يا أحمد مجتبى، صلى الله على محمد صلى الله عليه وسلم، صلى الله على محمد صلى الله عليه وسلم، اللهم صل على محمد يا ربي صل عليه وسلم. പ്രിയപ്പെട്ടവരെ, ഈ വിഷയത്തിൻ്റെ ചർച്ച ഇതോടെ അവസാനിച്ചു. ഇത് ഇത്ര നല്ല ഒരു അവസാനത്തിൽ എത്തിക്കാൻ സഹായിച്ച അള്ളാഹുവിന് സ്തുതി. ഇതിനോട് ഇത്ര വലിയ സഹകരണം കാണിച്ച നിങ്ങൾക്കൊക്കെ എൻ്റെ സ്നേഹത്തിൻ്റെ മധുരം നമുക്ക് അള്ളാഹു വേണ്ടുക ചെയ്താൽ ഇതുപോലെയുള്ള സന്ദർഭങ്ങളിൽ വീണ്ടും കണ്ടുമുട്ടാം. നിങ്ങളുടെയൊക്കെ ദുആകളിൽ നിങ്ങൾ എന്നെ ഓർക്കണം എന്ന് വസിയത്ത് ചെയ്യുന്നു. പ്രത്യേകിച്ച് റമദാനിലെ ദുആകളിൽ ഓർക്കണമെന്ന് വസിയത്ത് ചെയ്യുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ഈ പറഞ്ഞതും കേട്ടതും സ്വീകരിക്കുമാറാകട്ടെ. اللهم لك الحمد ولك الشكر، اللهم لك الحمد ولك الشكر، اللهم لك الحمد ولك الشكر.